നമസ്കാരം. ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ വായനക്കാർക്കും പ്രേക്ഷകർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇല്ല. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തലക്കെട്ടെന്താണെന്നറിയോ? NDAക്ക് മുൻതൂക്കം. NDAക്ക് അർഹതപ്പെട്ട രാജ്യസഭാ അംഗങ്ങളെക്കാൾ കൂടുതൽ അംഗങ്ങളെ അവർക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് മുൻതൂക്കം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് മുൻതൂക്കം ലഭിച്ചു? എന്തുകൊണ്ടാണ് NDAക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനങ്ങൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്ന് ഈ മാധ്യമങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തോ? വായനക്കാർക്ക് പറഞ്ഞു കൊടുത്തോ? ഇല്ല. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളെ ഞാൻ വായിച്ചപ്പോൾ വരികൾക്കിടയിലൂടെ കഷ്ടപ്പെട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ തിരികെ കയറ്റിയിട്ടുണ്ട്. എന്താ കാരണം? ബീഹാറിൽ 3 കോൺഗ്രസ് MLA-മാർ കൂറുമാറി എന്ന് പറഞ്ഞാൽ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി അവർ വോട്ടെടുപ്പിന് വന്നേയില്ല. ഒറീസയിൽ അതുപോലെ തന്നെ 3 കോൺഗ്രസ് MLA-മാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ ഒറീസയിലും ബീഹാറിലും അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഓരോ സീറ്റുകൾ NDA BJP കരസ്ഥമാക്കി. സുപ്രധാനമായിട്ടുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ജനവിധിക്ക് ശേഷം തങ്ങളുടെ MLA-മാർ ഇതുപോലെ മറുകണ്ഠം ചാടിയതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ BJPയെ പിന്തുണച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി നിങ്ങൾ ആരെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തോ? അപ്പോൾ അതൊരു നോർമലാണ്. എന്താ നോർമൽ? കോൺഗ്രസിൻ്റെ MLA-മാർ BJPയെ തുണയ്ക്കുന്നത് ഒരു നോർമലാണ്. അതിൽ പ്രത്യേകിച്ചൊരു ആക്ഷേപവും നിങ്ങൾ കാണേണ്ടതില്ല എന്നുള്ളതല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാജ്യസഭയിൽ 2 വർഷം ഉള്ള സമയത്തല്ലേ അത് രാജിവെച്ച് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിന് രാജ്യസഭയിലേക്ക് വരാൻ കളമൊരുക്കിയത്? ഒരുപക്ഷെ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു MLA, ഈ പറഞ്ഞ ഒറീസയിലും ബീഹാറിലും CPM-ന്റെ പക്ഷത്ത് ഓരോ MLA-മാരുണ്ടായിരുന്നു. അവർ ഇന്ത്യ ചേരിയിലെ സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് വോട്ടുപത്തി. ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു MLA ഒരു ചെറിയ പതറിച്ച കാണിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ തലവാചകമാവില്ലായിരുന്നു. ഇനി നാളെ കേരളത്തിൽ കോൺഗ്രസിന് MLA-മാരുണ്ടായിക്കഴിഞ്ഞാൽ ആ MLA-മാരിൽ പാതി BJP പക്ഷത്തേക്ക് പോകില്ല എന്ന് എന്തെങ്കിലും ഗ്യാരണ്ടിയുണ്ടോ? ബീഹാറിൽ 6 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. ആ 6 MLA-മാരിൽ 3 പേരാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് BJPയുടെ വിജയം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് കർണാടകയും തെലങ്കാനയുമാണല്ലോ. കോൺഗ്രസിന് ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നും നല്ല രൂപത്തിൽ ഫണ്ട് ഒഴുകുന്നുണ്ട്. കർണാടകയിൽ DK ശിവകുമാർ, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി, KC വേണുഗോപാലിലൊക്കെ വളരെ അടുത്ത ആൾക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള MP-മാർ പറയുകയായിരുന്നു, വലിയ പിരിവാണ് നടക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റുകാരിൽ നിന്ന് വലിയ പിരിവ് നടക്കുകയാണ്. അപ്പോൾ അവിടെ തെലങ്കാനയിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന കോളനികളൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളും പ്ലോട്ടുകളും ഒരുക്കി കൊടുക്കുക, അതിന് പ്രതിഫലമായി പണം കൈപ്പറ്റി കേരളത്തിലേക്ക് അയക്കുക. അങ്ങനെ തെലങ്കാനയിലൊക്കെ വീടില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാവപ്പെട്ടവൻ്റെ പ്രാക്ക് ഈ സംഭാവനയ്ക്ക് പിന്നിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഇനി രേവന്ത് റെഡ്ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, താൻ ഇപ്പോഴും RSS ആണെന്നല്ലേ രേവന്ത് റെഡ്ഡി പറയുന്നത്. അദ്ദേഹം ABVP-യുടെ നേതാവായിരുന്നു. RSS-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റാം മാധവിൻ്റെ അടുത്ത സുഹൃത്താണ്. അവർ റൂംമേറ്റ്സ് ആയിരുന്നു. ഇന്നും അദ്ദേഹം RSS-നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം
സ്പഷ്ടമായി വായിച്ചെടുക്കാൻ കേരളത്തിലെ വോട്ടർമാർ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.